പുണ്യവും പരിപാവനവുമായ പമ്പാനദി മലനാടും ഇടനാടും തീരപ്രദേശങ്ങളും തേടിയെത്തുമ്പോൾ ആ നദീതട സംസ്കൃതിയിൽ കൃഷിയും കലയും സാഹിത്യവും സംസ്കാരവും മാത്രമല്ല ജലോത്സവങ്ങളും ദൃശ്യവിസ്മയങ്ങൾ തീർത്തു. ഓളങ്ങളിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ മലയാള നാടിന്റെ ദൃശ്യഭംഗിയിൽ ഇടം തേടുകയാണ് ഈ കാഴ്ചകൾ. ഏവർക്കും മഹാത്മാഗാന്ധി ജലോത്സവത്തിലേക്ക് സ്വാഗതം. അതെ, ഭാരത സ്വാതന്ത്ര്യ സമരത്തെ ധീരമായി നയിച്ചു നേടിയ, സ്വാതന്ത്ര്യത്തെ വർണ്ണാഭമാക്കി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മഹാത്മാഗാന്ധിജി. ഇന്ത്യ ചരിത്രം സുവർണ ലിപികളിൽ ആലേഖനം ചെയ്ത രാഷ്ട്രപിതാവിന്റെ സ്മരണാർത്ഥം 59ാമത് മഹാത്മാഗാന്ധി ജലോത്സവം മാന്നാറിൽ സെപ്റ്റംബർ 1 ഉച്ചയ്ക്ക് 2 മണിക്ക് പമ്പാനദിയിൽ കൂരിയത്ത് കടവിൽ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ മധ്യകേരളത്തിൽ മാന്നാറിൽ നടക്കുന്ന ഒരു ജലോത്സവമാണ്. വള്ളംകളി സെപ്റ്റംബർ 1 നടക്കുകയാണ്. കേരളത്തിൻ്റെ തനതായ, പ്രത്യേകിച്ച് മധ്യകേരളത്തിൻ്റെ ഒരു കലയാണ് വള്ളംകളി. മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെയും അതുപോലെ ഒരു കൂട്ടം ജനങ്ങളുടെ, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഒന്നിച്ചുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രയത്നത്തിൻ്റെയും ഒരു പ്രകടനമാണ് ജലോത്സവമായ വള്ളംകളി. നമ്മുടെ സഹ്യ പർവ്വതത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും അങ്ങനെ ഉത്ഭവിച്ചു വരുന്ന അനേക നദികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പമ്പാനദി. ആ പമ്പാനദി അങ്ങനെ ആനന്ദ നൃത്തം ആടി കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. എത്തുമ്പോൾ മാന്നാറിൻ്റെ ഹൃദയത്തിൽ എത്തുമ്പോഴാണ് ആ നദിയെന്ന് പറയുമ്പോൾ ജലപ്രവാഹമാണല്ലോ, ആ ആനന്ദ നൃത്തം ആടുന്ന നദിയിൽ അവിടുത്തെ കലാകാരന്മാർ അവരുടെ കലയെ കൊണ്ട് ആനന്ദ നൃത്തം ആടുന്നത് എന്നുകൂടി നാം ഈ അവസരത്തിൽ അറിയേണ്ടതാണ്. നിളയും തീരവും സംഗമിക്കുന്ന കാർഷിക സംസ്കൃതിയിൽ നിലകൊള്ളുന്ന മാന്നാറിലേക്ക്, മഹാത്മാഗാന്ധി ജലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള നാടിന്റെ മാനവികതയിലേക്ക് സ്നേഹം വിളക്കിച്ചേർത്ത് ഹൃദയപൂർവ്വം എഴുതിച്ചേർക്കുന്നു 59ാമത് മഹാത്മാഗാന്ധി ജലോത്സവം. ഏവർക്കും സ്വാഗതം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. മലയാളം ആണ്ടു പിറക്കുന്ന പൊന്നിൻ ചിങ്ങമാസത്തിൽ തിരുവോണ നാളുകളെ വരവേൽക്കുവാൻ മഹാബലി ചക്രവർത്തിയോടൊപ്പം അണിഞ്ഞൊരുങ്ങുന്ന ആഘോഷവേളകൾ. അതിനെതും വേണ്ടതില്ല നിനക്കു
സഹീനിൽ നിന്ന് നിലയ്ക്കാത്ത പ്രവാഹമായി ഇന്നും ഒഴുകിയെത്തുന്ന പമ്പാ നദി ആദിമകാലം മുതൽ ഇന്നോളം രചിച്ച നദീതട സംസ്കൃതിയിൽ ജലോത്സവങ്ങളുടെ പരമ്പരകൾ. കണ്ണത്താ ദൂരം പച്ചവിരിച്ച് നൂറുമേനി കതിരണിയാൻ കാത്തുനിൽക്കുന്ന കാർഷിക കലവറകളായ വയലേലകൾ. ആവേശവും കരുത്തും അതിലേറെ ആഹ്ലാദവും അലയടിച്ചുയരുകയാണിവിടെ. കായലും നദിയും പുഴകളും നീർത്തടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ മലയാളക്കരയുടെ ജലയാത്രകളിൽ നിന്നും ദൃശ്യങ്ങൾ വിസ്മയിപ്പിക്കുകയാണ്. കൈക്കരുത്തും മെയ്ക്കരുത്തും കലയും സാഹിത്യവും കൈകോർക്കുകയാണ് ജലോത്സവങ്ങളിൽ. തച്ചശാസ്ത്രത്തിന്റെ കരവിരുതിൽ മെനയുന്ന ചുണ്ടൻ വള്ളങ്ങൾ, പള്ളിയോടങ്ങൾ അണിനിരക്കുകയാണിവിടെ ആരവങ്ങൾക്കൊപ്പം. ലോകം മുഴുവൻ നിറയുന്ന കീർത്തിയിൽ പഞ്ചലോഹവും ഊട്ടുവിളക്കുകളും നിലവിളക്കുകളും കൊടിമരങ്ങൾക്ക് അലങ്കാരവും ആരാധനാമൂർത്തികളായ ദേവഭാവങ്ങളും മാന്നാർ ശില്പകലയുടെ തറവാട് കൂടിയാണ്. ആദിമകാലം മുതൽ ഇന്നോളം ആരാധനാലയങ്ങളായി മനുഷ്യസ്നേഹത്തെ വിളക്കിച്ചേർക്കുന്ന ശില്പവൈഭവം നിറഞ്ഞ ആരാധനാലയങ്ങൾ ഈ മണ്ണിന്റെ ആഴങ്ങളിൽ നിന്നും പുണ്യമായ സ്മരണകൾ ഉണർത്തുന്നു. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ജലയാത്രകൾക്കായി ദൃശ്യഭംഗിയോടെ നിൽക്കുന്ന ആലപ്പുഴ ജില്ല വിനോദസഞ്ചാരികളുടെ മാത്രമല്ല മനം കവരുന്നത്. ചുണ്ടൻ വള്ളങ്ങളും പള്ളിയോടങ്ങളും ഒന്നിച്ചു ചേരുന്ന ജലഘോഷയാത്ര. മാന്നാറിന്റെ മാനവിക ചരിത്രത്തിൽ ഇവിടെയും മതസൗഹാർദ്ദത്തിന്റെ മൂല്യങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഗതം, ഏവർക്കും സ്വാഗതം. അമ്പത്തൊമ്പതാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ള ഏക ജലമേളയാണിത്. കേരളത്തിലെ പ്രശസ്തങ്ങളായ ചുണ്ടൻ വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും ഇരുട്ടുകുത്തി വള്ളങ്ങളും ആറന്മുള പള്ളിയോടങ്ങളും മാറ്റുരയ്ക്കുന്ന ഒരു ജലമേളയാണ് ഈ മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം. കേരളത്തിലെ പൊന്നോണ നാളുകളുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവത്തോടു കൂടിയാണ്. കഴിഞ്ഞ 59 വർഷക്കാലവും മുടങ്ങാതെ നടക്കുന്ന ഒരു ജലമേളയാണിത്. ഈ ജലമേളയെ സംബന്ധിച്ചിടത്തോളം ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു ജലമേളയാണ്.